ലീഡർ റിയ വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 11-12 ക്ലാസ് മുതൽ PG വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള ടാറ്റ പങ്ക് സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയും ചെയ്യുമല്ലോ. വീഡിയോയിലേക്ക് പോകാം. ടാറ്റ ഗ്രൂപ്പിൻ്റെ സാമ്പത്തിക സേവന വിഭാഗമായ ടാറ്റ ക്യാപിറ്റൽ 2023-24 അധ്യയന വർഷത്തേക്കുള്ള പങ്ക് സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചു. സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2024 മാർച്ച് 10 ആണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് സ്കോളർഷിപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത്. സീനിയർ സെക്കൻഡറി, അണ്ടർ ഗ്രാജുവേറ്റ്, ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾക്ക് സ്കോളർഷിപ്പ് ബാധകമാണ്. പങ്ക് സ്കോളർഷിപ്പ് പ്രോഗ്രാമിന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ ഒരു അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ 11-12 അണ്ടർ ഗ്രാജുവേറ്റ്, ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ മുൻ ക്ലാസ്സിൽ കുറഞ്ഞത് 60% മാർക്ക് നേടിയിരിക്കണം. എല്ലാ സ്രോതസ്സുകളിൽ നിന്നുമുള്ള അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെയോ അതിന് തുല്യമോ ആയിരിക്കണം. അപേക്ഷകൻ ഇന്ത്യൻ പൗരനായിരിക്കണം. അപേക്ഷകർ നിലവിൽ എൻറോൾ ചെയ്യുകയും വിദ്യാഭ്യാസം തുടരുകയും വേണം. ഹാജരാക്കേണ്ട രേഖകൾ: മുൻ ക്ലാസ്സിലെ മാർക്ക് ഷീറ്റുകൾ അല്ലെങ്കിൽ ഗ്രേഡ് കാർഡുകൾ, ആധാർ കാർഡ്, നിലവിലെ വർഷത്തിലെ പ്രവേശന തെളിവ്, അപേക്ഷകൻ്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ, മൊബൈൽ നമ്പർ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. തിരഞ്ഞെടുത്ത ഓരോ വിദ്യാർത്ഥിക്കും ഒറ്റത്തവണ നിശ്ചിത സ്കോളർഷിപ്പ് 10,000 രൂപ മുതൽ 12,000 രൂപ വരെ ലഭിക്കും. സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നതിന് ഗൂഗിളിൽ ബഡ്ഡി ഫോർ സ്റ്റഡി എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഇങ്ങനെയൊരു അപേക്ഷാ ഫോറം പേജിലേക്ക് പോകും. ആപ്ലിക്കേഷൻ പ്രക്രിയ ആരംഭിക്കുന്നതിന് സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആവശ്യമായ കാര്യങ്ങൾ അപേക്ഷാ ഫോമിൽ പൂരിപ്പിക്കുക. ആവശ്യമുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യുക. നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കുമായി അക്സെപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിബന്ധനകളും വ്യവസ്ഥകളും വിദ്യാർത്ഥികൾ വായിച്ചിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ശേഷം പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വരുന്ന സ്ക്രീനിൽ നിങ്ങൾ പൂരിപ്പിച്ച എല്ലാ വിവരവും ശരിയാണെങ്കിൽ ആപ്ലിക്കേഷൻ പ്രക്രിയ പൂർത്തിയാകാൻ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് അപേക്ഷകർ യോഗ്യത പരിശോധിക്കണം. സജീവമായ ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കണം. അത് വരും ദിവസങ്ങളിൽ സജീവമായി തുടരേണ്ടതാണ്. സജീവമായ ഒരു ഇമെയിൽ ഉണ്ടായിരിക്കണം. സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി വരെ അപേക്ഷകർ കാത്തിരിക്കരുത്. സ്കോളർഷിപ്പ് ഫോമുകൾ സമർപ്പിക്കുന്നതിന് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. പൂർണ്ണമായി പൂരിപ്പിച്ച സ്കോളർഷിപ്പ് ഫോം അന്തിമമായി സമർപ്പിക്കുന്നതിന് മുമ്പ് ശ്രദ്ധാപൂർവം പരിശോധിക്കുക. സ്കോളർഷിപ്പ് ഫോം സമർപ്പിക്കുന്നതിന് ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഉപയോഗിക്കുന്നതാണ് മുൻഗണന. അർഹരായ എല്ലാ വിദ്യാർത്ഥികളും എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കുക. എല്ലാ വിഭാഗക്കാർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന നിരവധി സ്കോളർഷിപ്പ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും വരാം. നന്ദി.